അതുകൊണ്ട് ഈ ബോധത്തിന് ഉള്ള ഒരു കഴിവുണ്ട്. എന്താണ് ബോധത്തിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, അതിന് വേണമെങ്കിൽ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കാനുള്ള കുറേ തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവുണ്ട്. ഏത് ഡിസിഷനും എടുക്കാൻ നമ്മുടെ ബോധത്തിന് കഴിവുണ്ട്. അപ്പം നിങ്ങൾ തീരുമാനിക്കുകയാണ്, എൻ്റെ ജീവിതം ഒരു കൃത്യനിഷ്ഠയിൽ ആവട്ടെ. അങ്ങനെ നിങ്ങളൊരു കൃത്യനിഷ്ഠയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്രമേണ ക്രമേണ ആലസ്യത്തിൻ്റെ ശക്തി കുറഞ്ഞു വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൃത്യനിഷ്ഠ കൊണ്ടുവരിക? ഭാരതീയ ഋഷിവര്യന്മാർ മനസ്സിലാക്കി, ഈ മനസ്സിൻ്റെ ആലസ്യത്തെ പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമായൊരു മാർഗമാണ് പ്രാണായാമ പരിശീലനം. എന്താണ് പ്രാണായാമ പരിശീലനം? അപ്പോൾ ഈ പ്രാണായാമം എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ പ്രാണനെ ഉണർത്തുന്ന പ്രവൃത്തികൾ, പ്രാണ ഊർജം കൂട്ടുന്ന പ്രവൃത്തികൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയെ അമ്മമാർ വളർത്തിയെടുക്കേണ്ടത്, ഈ കുട്ടിയെ രാവിലെ തന്നെ കുറേ നടത്തിക്കണം. നടത്തുന്ന സമയത്ത് തന്നെ കുട്ടികളോട് പറയണം, നിങ്ങൾ ദീർഘത്തിൽ ശ്വാസമെടുത്ത് വിടാൻ നിങ്ങൾ പരിശീലിക്കുക. ശരിക്കും കുട്ടികളെ അങ്ങനെ പരിശീലിപ്പിച്ചു വന്നാൽ ഈ ദീർഘ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉള്ളിലുള്ള പ്രാണസ്പന്ദനത്തിൻ്റെ ശക്തി നടക്കുന്ന സമയത്ത് നമുക്ക് ആലസ്യത്തിൽ ഇരിക്കാൻ പറ്റില്ല. ഈ ആലസ്യമുള്ളവർ രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? രാവിലെ കുറേ നടക്കുക. അതൊരു നല്ല ആലസ്യത്തിനെ തോൽപ്പിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ടാണ് പ്രായമാകും തോറും നമ്മൾ നടത്തം കൂട്ടണം. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ രോഗങ്ങൾ മനസ്സിന് ആലസ്യം ഉണ്ടാക്കും. ഈ പ്രായമാകും തോറും നമ്മൾ ശരീരത്തിനെ അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് കോമയിൽ മരിക്കാം. കാരണം ഈ ആലസ്യം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോഴാണ് മനസ്സ് ഡള്ളായി 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 അത് പെട്ടെന്ന് കോമയിലേക്ക് പോകുന്നത്. അത് കോമ സ്റ്റേജിലേക്ക് പോകുന്നത്. വളരെ ആലസ്യമുള്ള ആളുകൾ അവസാനം അൽഷൈമേഴ്സോ അല്ലെങ്കിൽ ബോധമില്ലാത്തയോ അങ്ങനെയൊക്കെ മരിക്കുന്നത് അവർ. ഇപ്പം നമ്മൾ മരിക്കാൻ എന്താ പറയുക, മരിക്കാൻ വേണ്ടിയിട്ടല്ല, മരിക്കുന്നത് വരെ ഉത്സാഹം നിലനിർത്തണമെങ്കിൽ, മനസ്സിനൊരിക്കലും ആലസ്യം പിടികൂടാതിരിക്കണമെങ്കിൽ, മനസ്സിനെ ഊർജമുള്ളതാക്കി മാറ്റണമെങ്കിൽ നമ്മളിലെ പ്രാണശക്തിയെ ഉണർത്തണം. അതിന് നടത്തം ഒരു പരിശീലനമാണ്. അതുകൊണ്ടാണ് ഇന്ന് മെഡിക്കൽ സയൻസ് പോലും സമ്മതിച്ചിരിക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞാൽ 6 കിലോമീറ്ററെങ്കിലും നടക്കണം എന്നാണ്. 60 വയസ്സായിട്ടുണ്ടോ മിനിമം 6 കിലോമീറ്റർ നിങ്ങൾ നടന്നോളെന്നാണ് മെഡിക്കൽ സയൻസ് സമ്മതിക്കുന്ന കാര്യം ഞാൻ പറയണത്. 6 കിലോമീറ്റർ. അപ്പം എന്തിനാ 6 കിലോമീറ്റർ നടക്കുന്നത്? കാരണം അത്രമാത്രം പ്രാണശക്തി കൂടുന്തോറും അവർക്ക് അലസനായിട്ടിരിക്കാനുള്ളൊരു പ്രവണത കുറയും. അപ്പം ആലസ്യം കൂടുന്തോറും ആലസ്യമുള്ളവർ എന്ത് സംഭവിക്കണോ? ആലസ്യം നമ്മുടെ മനസ്സിനെ ക്രമേണ ക്രമേണ ഡള്ളാക്കും തോറും നമ്മുടെ ശരീരത്തിൻ്റെ പ്രാണപ്രവർത്തനം, രക്തപ്രവാഹം, അവയവങ്ങളുടെ സ്പന്ദനമൊക്കെ, നിങ്ങൾ അലസനായി ജീവിക്കുന്നതോറും ഈ ആലസ്യം ആരെ ബാധിക്കും? സകല അവയവങ്ങളെയും കയറി ബാധിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ആഹാരവും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം ശരിയല്ലാതെ വന്നാൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി അടിക്കും. അങ്ങനെ സ്ട്രോക്ക് അടിച്ചിട്ടോ, അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞത്, ചിലർ സ്ട്രോക്ക് അടിച്ച് ബോധം പോയി അങ്ങനെ അബോധത്തിലേക്ക് പോയി അങ്ങനെ കോമയിൽ കുറേ ദിവസം കടന്ന് അങ്ങനെ വെന്റിലേറ്ററിലിട്ട് ചാവേണ്ട ഗതികേടായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു തരത്തിലും നമ്മുടെ മനസ്സിനെ അലസതയിൽ ജീവിക്കാൻ അനുവദിക്കരുത്. അത് നമ്മുടെ ഇവിടെയൊക്കെയാണ്, നമ്മൾ ഇന്ത്യയിലാണ് ഇത്ര അലസത. ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ, ഈ വൈറസ് കയറി പിടിച്ചത് മുഴുവൻ മരിച്ചതിൻ്റെ ശതമാനം നോക്കിയിട്ട് പറയുന്നത് 70% ആളുകളും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 70%. ബാക്കി 30% കുട്ടികൾ കുറേ പേര് മരിച്ചതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രായമുള്ള പല രോഗങ്ങളുള്ളവർ. ഒരു 99% ആളുകളും പ്രായമുള്ളവർ മരിക്കാൻ കാരണം
അവരുടെ പ്രതിരോധ ശക്തി കുറയാൻ കാരണം അലസ ജീവിതമാണ്. ഒരു അവയവങ്ങൾക്കൊന്നും പ്രതിരോധ ശക്തി ഇല്ലാത്തതിന് കാരണം വേണ്ടത്ര പ്രാണശക്തി ശരീരത്തിൽ ഇല്ല. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ രാവിലെ 6 കിലോമീറ്റർ ഒന്നുകിൽ അവരെ നടത്തിക്കണം, അല്ലെങ്കിൽ കടിക്കുന്ന പട്ടി അവരുടെ പിന്നിലയക്കണം. അങ്ങനെ വേണം ഈ പ്രായമുള്ളവരോട്. എന്നാലേ അവർ നടക്കുള്ളൂ. എങ്കിലേ അവർക്ക് മരണം നല്ല രീതിയിൽ മരിച്ചു പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ബാധ്യതയാണ്. ഞാൻ പറയുന്നത് ഈ ആമ്പിള്ളേരൊക്കെ കേൾക്കണം. വീട്ടിൽ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെന്റിലേറ്ററിട്ട് 4-5 ലക്ഷം ചിലവഴിക്കണ്ടേ? അപ്പം ഇവർക്ക് പ്രായമുള്ളവർക്ക് പൈസ ചിലവഴിക്കണ്ട എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരെ രാവിലെ എണീപ്പിച്ച് നടത്തണം. അവർ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിക്കുന്ന പട്ടിയെ പിന്നാലെ കൊണ്ടുപോകണം, എന്നിട്ട് വിട്ടേക്കണം. അവർ നടക്കട്ടെ. നടന്ന് കുറേ കഴിഞ്ഞാൽ അവർ പറയും ഞാൻ എങ്ങനെങ്കിലും നടന്നോളാം. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരണം. 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഒരിക്കലും പാടില്ല. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണോ 6 കിലോമീറ്റർ നടന്നാലേ ഞങ്ങൾ ഭക്ഷണം തരുള്ളൂ. രാവിലെയും നടക്കണം, വൈകുന്നേരം 3 കിലോമീറ്റർ നടക്കണം. എന്നാൽ പിന്നെ പകുതി രോഗങ്ങളില്ല അവർക്ക്. കാരണം മനസ്സ് നല്ല ഊർജവും ഉത്സാഹവും നടന്നായിരിക്കും. ഇത് തീരെ നടക്കാതെ ശീലിച്ച് നടക്കണത് കണ്ടാൽ തന്നെ നമുക്ക് ഒന്നും പറയണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ആലസ്യത്തിന് കാരണം പ്രാണശക്തി കുറയുകയാണ്. പ്രാണശക്തി കുറയുന്നുണ്ടോ? കുറയുന്നില്ല. പിന്നെന്താ കുറയാൻ കാരണം? കുറഞ്ഞു എന്ന് പറയുന്നത് കാരണം മനസ്സിൻ്റെ ആലസ്യം പ്രാണനെയും ബാധിക്കുമ്പോൾ പ്രാണശക്തി കുറഞ്ഞതുപോലെ തോന്നും. അപ്പം ഇവരെന്ത് വേണം? ബോധപൂർവം ആ പ്രാണശക്തിയെ ഉണർത്തിക്കൊണ്ടുവരണം. തുടക്കത്തിലൊക്കെ ഇത്തിരി പ്രയാസമാണെങ്കിലും പ്രായം എന്താ പറയുക, നമ്മളത് സ്ഥിരമായി പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാം ഏത് അലസനും ഊർജമുള്ളവരായി മാറും. അപ്പം നമുക്ക് പരിവർത്തനം വരുത്താൻ പറ്റുമോ? നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൃത്യനിഷ്ഠമായി രാവിലെ എണീറ്റ് നടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആലസ്യത്തിൽ ജീവിക്കേണ്ട യാതൊരു കാര്യമില്ല. വെറുതെ ഇരുന്നാൽ വെറുതെ ഇരിക്കാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക തന്നെ വേണം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഇത്രയും നല്ല സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ മുറിക്കകത്ത് ഇങ്ങനെ പുകച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ എണീക്കുക, കുറേ നടക്കുക തന്നെ. നടത്തം തന്നെയാണ് ഇതിനൊരു പരിഹാരം. നിങ്ങൾ നടക്കാതെ ശീലിച്ചാൽ ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ വെന്റിലേറ്ററിലേ ചാവുള്ളൂ. നിങ്ങൾ സംശയിക്കേണ്ട കാര്യം. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഡൾനെസ് നിങ്ങളുടെ അവയവങ്ങളെയും ഡള്ളാക്കി കുറേ കഴിഞ്ഞാൽ നിങ്ങൾ ആഹാരത്തിലൊരു കുറവും വരുത്തില്ല. ആഹാരം കഴിക്കുന്ന ഊർജം കൂടുകയാണ്, ശരീരത്തിൻ്റെ പ്രാണശക്തി കുറയുക, അവയവങ്ങളുടെ ശക്തിയെല്ലാം കുറയുമ്പോൾ ഉള്ളിലുള്ള എനർജിക്ക് ഈ അവയവങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എനർജിയെ താങ്ങാൻ ഈ അവയവങ്ങൾക്ക് പറ്റാതെ വരുമ്പോൾ ഇത് എവിടെയെങ്കിലും ബ്ലാസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ശക്തിയിൽ നല്ല പവറിൽ വെള്ളം കടത്തി വിടുന്നു. ആ പൈപ്പിന് വേണ്ടത്ര ശക്തിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് പൊട്ടിപ്പോവും. ഇതുപോലെ നമ്മുടെ അവയവങ്ങളൊക്കെ ദുർബലമായി അതിലേക്ക് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടുള്ള ഊർജം കടത്തി വിട്ടു കഴിഞ്ഞാൽ ഈ അവയവങ്ങൾ ഒരു ദിവസം തകരലായി. അപ്പം നിങ്ങൾ അതിൻ്റെ പേരാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ആളുകളും സ്ട്രോക്ക് അടിക്കുന്നത്, പ്രായമായ സ്ട്രോക്ക് അടിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്ട്രോക്ക് അടിച്ചോ നീര് പിടിച്ചോ ചാവാൻ ഇടവരുത്. അല്ലെങ്കിൽ ഇങ്ങനെ ശരീരം മുഴുവൻ എന്ത് കയറി പിടിക്കും? നീര് കയറി പിടിച്ച് അവസാനം ഇത് ചീർത്ത് വീർത്ത് അങ്ങനെ ജീവിതം അങ്ങനെയായിപ്പോവും. നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടത്ര ചലനമുണ്ടെങ്കിൽ ചലനമുള്ളിടത്ത് നീര് പിടിക്കില്ല. എവിടെയാണ് നീര് പിടിക്കുന്നത്? ഏത് ഭാഗത്താണ് നീര് പിടിക്കുന്നത്? ശരീരത്തിൽ വേണ്ടത്ര ചലനമില്ലാത്ത ഭാഗത്താണ് നമുക്ക് നീർപ്പിടുത്തമുണ്ടാകുന്നത്. ആ നീരവിടെ കെട്ടിക്കിടന്ന് അത് മറ്റുള്ളിടത്തേക്ക് വ്യാപിക്കുമ്പോൾ അത് ക്രമേണ ഇൻഫ്ലമേഷനായി നമുക്ക് അസുഖങ്ങളായി മാറി. ഇതൊക്കെ നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്.
ഇതെന്തുകൊണ്ടാണ് വരുത്തി വെച്ചത്? ഒരു കൃത്യനിഷ്ഠമായൊരു ജീവിതം. അപ്പം 4 മണിക്ക് എണീറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ റൂമിലിരുന്ന് റിക്രസ്ലി യോഗയും മറ്റും ചെയ്യുന്നവർ, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും ചലനമുണ്ടാക്കുന്ന യോഗാസനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ എണീറ്റ് നടക്കേണ്ട കാര്യമില്ല. പക്ഷെ അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? യോഗചര്യകളൊക്കെ ചെയ്യണം. മനസ്സിലാവുണ്ടല്ലോ? അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് കുറേ എക്സസൈസും മറ്റൊക്കെ ചെയ്യുന്നവരാണ്. ശരീരത്തിന് മൊത്തം ഒരു ചലനമുണ്ടാക്കുന്ന പ്രവൃത്തികളുണ്ടാകും. ആലസ്യത്തെ ജയിക്കാൻ ആക്ഷനിലൂടെയേ പറ്റുള്ളൂ. ഇതെപ്പോഴും നിങ്ങൾ ഓർത്തോളൂ. മനസ്സിൻ്റെ ആലസ്യം മാറ്റാൻ പ്രാണസ്പന്ദനത്തെ കൂട്ടല്ലാതെ വേറൊരു ചലനപ്രക്രിയയെ കൂട്ടുകയല്ലാതെ യാതൊരു വഴിയില്ല. അപ്പം അതുകൊണ്ട് 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നമ്മൾ എണീക്കണം. 5:30 എന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ നമ്മൾ എണീറ്റ് നടക്കുകയെ എന്തെങ്കിലും ചെയ്ത് ശരീരത്തിനെ പ്രാണശക്തി കൂട്ടിക്കൂട്ടി ഇതിൻ്റെ ശരീര ചലനത്തിൻ്റെ തീവ്രത നിങ്ങൾ കൂട്ടി നോക്കൂ. ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ ഒരിക്കലും കിടന്നു മരിക്കില്ല. മീൻസ് കിടന്നിട്ട് മരിക്കും, പക്ഷെ മരണം നിങ്ങൾക്ക് അനായാസേന മൃത്യു. കാരണം നിങ്ങളുടെ പ്രാണനൊക്കെ ശരിക്ക് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രാണൻ ഒരിടത്തും പിടിച്ചു നിൽക്കില്ല. അതിന് പോകേണ്ട രീതിയിൽ അത് പൊയ്ക്കോളും. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ വളരെ സത്യമാണ്. ഈ ലോകം ഇതൊക്കെ പഠിക്കാതെ പോയത് കൊണ്ടാണ് കണ്ടമാനം പണം ആശുപത്രിയിൽ കൊണ്ടുപോയി അവരുടെ വെന്റിലേറ്ററിൽ തന്നെ ചാവണം എന്ന് വല്ല ആവശ്യമുണ്ടോ? അതും മക്കളുടെ 4-5 ലക്ഷം രൂപ കളഞ്ഞുകൊണ്ട് തന്നെ ചത്താലും ഗതി കൊടുക്കില്ലേ പറഞ്ഞാൽ? മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഗതി കൊടുക്കാത്തവരായി ഒരിക്കലും മാറരുത്. ഇതൊക്കെ നമ്മൾ വരുത്തി വയ്ക്കുന്ന, ഇതിനൊന്നും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് അവനവൻ്റെ തന്നെ കയ്യിലിരിപ്പുകൊണ്ട് ഉണ്ടായതാണ്. അപ്പോൾ എങ്ങനെയാണ് ആലസ്യം മാറ്റുക? പ്രാണശക്തി കൂട്ടണം. പ്രാണശക്തി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണശക്തി കുറവുണ്ടായിരുന്നോ? ഇല്ല. നമ്മുടെ ശരീരത്തിന് ചലനം സംഭവിക്കുമ്പോൾ, പ്രാണായാമാദി പ്രക്രിയകൾ ചെയ്യുമ്പോൾ പ്രാണശക്തി കൂടി വരും. അപ്പം കൂടി വരുമ്പോൾ ശരീരത്തിൻ്റെ സകല അവയവങ്ങളും ചലിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആലസ്യം മാറിക്കിട്ടും. മനസ്സിലാവുണ്ടല്ലോ? ഇതാണ് അതിനുള്ളൊരു വഴി. ഇനി രണ്ടാമത്തത്, ആലസ്യം മാത്രം മാറ്റിയേ പോരാ. ഇനി രണ്ടാമത്തെ പ്രശ്നവും പരിഹരിക്കണം. ഏത്? അസ്വസ്ഥത. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ശരീരത്തിന് നമ്മൾ എത്ര ഉത്സാഹം കൂട്ടിയാലും, ജീവിത പ്രതിസന്ധികളെ അതുകൊണ്ട്, നിങ്ങളിപ്പോൾ രാവിലെ നടക്കാൻ ഓടിയാലും അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങിയാലും ഓടാൻ ഓടിയാലും ഒക്കെ നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ഓടിയത് കൊണ്ടോ ചാടിയത് കൊണ്ടോ നിങ്ങൾ ശീർഷാസനത്തിൽ ഇരുന്നുകൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. പറ്റുമോ? നിങ്ങൾ എന്ത് ചെയ്താലും മനസ്സിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ അതിനെന്താ വഴി? അവിടെയാണ് നമുക്ക് ധ്യാനം, ജപം തുടങ്ങിയ പ്രക്രിയ. അപ്പം മനസ്സിൻ്റെ അസ്വസ്ഥത പരിഹരിക്കാൻ എന്താ വഴി? മനസ്സിൻ്റെ അസ്വസ്ഥത പരിഹരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. മനസ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്കൊരുപക്ഷെ പരിഹരിച്ചെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതായത് ഇപ്പോൾ പ്രേമനൈരാശ്യത്തിൽ വീണുപോയ ഒരുത്തന്, ഒരു പെൺകുട്ടി ഒരു പയ്യനെ പ്രേമിച്ചു, ആ പയ്യൻ വേറൊരു പെണ്ണിനെ പ്രേമിച്ചു. ആ പെണ്ണ് നോക്കുമ്പോൾ പയ്യനെ കാണാനില്ല. അവൾ പ്രേമനൈരാശ്യത്തിൽ വീണ് അവളുടെ മനസ്സിന് ആ പയ്യനെ തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? പറയൂ, ഇല്ല. അതുപോലെ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ച ആൾക്ക് ഓവർനൈറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ചില പ്രശ്നങ്ങളൊന്നും നമുക്ക് അതുപോലെ പരിഹരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, മനസ്സിനെ ശാന്തമാക്കുമ്പോൾ കുറേയൊക്കെ നമുക്കത് പരിഹരിക്കാനുള്ളൊരു വഴികൾ, നമുക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം നമ്മളൊരു നിരാശയിൽ അസ്വസ്ഥനായി ജീവിക്കേണ്ട കാര്യമില്ല. അപ്പം ഋഷിവര്യന്മാരെന്തു പറഞ്ഞു? നിങ്ങളെ അലട്ടുന്ന പ്രശ്നത്തിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉപാസനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, അതിൽ പ്രത്യേകിച്ച് പ്രണവോപാസന, ഏതാണ്? പ്രണവോപാസനാദി കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം അതിൻ്റെ കൂടെ ജപിച്ച് 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 നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക്
ഏകീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളിലേക്ക് അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുറഞ്ഞു വരും. അപ്പം ഈ നാമജപത്തിലൂടെ പ്രണവോപാസന ചെയ്യുമ്പോൾ മനസ്സിന് കിട്ടുന്നത് ആ ചിന്തകൾ ഒരിക്കലും അസ്വസ്ഥതയുണ്ടാക്കില്ല. ഓങ്കാരം നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഞാൻ അസ്വസ്ഥതയുണ്ട്. കാരണം ഓങ്കാരം ചൊല്ലുമ്പോൾ തന്നെ മനസ്സ് നിങ്ങൾ ഓം എന്ന് നീട്ടി നീട്ടി ജപിക്കുമ്പോൾ മനസ്സ് വളരെ ശാന്തമാവുന്നത്. അപ്പോൾ ഈ പ്രണവോപാസനാദികളിലൂടെ മനസ്സിനുണ്ടാകുന്നൊരു ശാന്തത ഇത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അസ്വസ്ഥത വരുന്ന സമയത്തൊക്കെ നമുക്ക് ഷുഗർ ഉള്ളവർ ഇഞ്ചക്ഷൻ അടിക്കുന്ന പോലെ ഇഞ്ചക്ഷൻ എടുക്കുമ്പം ഇൻസുലിൻ കയറുമ്പോൾ ഷുഗറിൻ്റെ തീവ്രത കുറയുന്നു. ഇതുപോലെ മനസ്സിന് അസ്വസ്ഥത വരുമ്പോഴൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെ, നിങ്ങളൊരു തലവേദന വന്നാൽ ക്രോസിനെടുത്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പനി വന്നു കഴിഞ്ഞാൽ പാരാസിറ്റമോൾ അടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത ഒരു ജലദോഷം വന്നാൽ നിങ്ങൾ വിക്സ് എടുത്ത് അടിക്കുന്നു, തേക്കുന്നു. ഈ തരത്തിലൊക്കെ നിങ്ങൾക്ക് കാലിന് നീര് വന്നാൽ നിങ്ങൾ പെയിൻ വന്നാൽ നിങ്ങൾ വല്ല പെയിൻ ബാമും പുരട്ടുന്നു. ഈ തരത്തിൽ നിങ്ങളൊരു പ്രതിവിധി ചെയ്യുന്ന പോലെ മനസ്സിൻ്റെ അസ്വസ്ഥത വരുമ്പോൾ ചെയ്യേണ്ട പ്രതിവിധിയാണ് നാമ ഉപാസന, മന്ത്ര ഉപാസന. അങ്ങനെ ഒരു പരിശീലനം നിരന്തരം അമ്മമാർ കുട്ടികളെ പരിശീലിപ്പിച്ചെടുത്താൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും അവർക്ക് മനസ്സിനെ ഒരു മന്ത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ആ പ്രതിസന്ധി ക്രിയേറ്റ് ചെയ്ത അസ്വസ്ഥതയിൽ നിന്നും പുറത്തു കടക്കാൻ അവർക്ക് പറ്റുമ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരം അവരുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടും. ഭഗവാൻ കൃത്യമായത് പറയുന്നുണ്ട്. ഒരു പ്രശ്നത്തിന് വേണ്ട പരിഹാരം നിങ്ങളുടെ മനസ്സിൽ തോന്നും. മനസ്സിലായില്ലേ? ആരാണോ അത് ഈ ഗീതയിലെ ഈ ശ്ലോകം കൂടി പഠിപ്പിച്ചു കൊടുക്കണം. ഗീതയിലെ 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം അതൊരു വളരെ നമുക്കൊരു പ്രതീക്ഷ തരുന്നൊരു ശ്ലോകമാണ്, ഒരു പ്രചോദനം തരുന്ന ശ്ലോകമാണ്. ഗീതയിൽ 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം. ഇത് അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകമാണ്. എന്തിനാണ് നമ്മൾ ഉപാസന ചെയ്യേണ്ടത്? എന്തിനാണ് നമ്മൾ ജപിക്കേണ്ടത്? അപ്പോൾ ജപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം ആവർത്തിക്കാൻ പഠിക്കണം. എന്തിനാണ് ഈ ഒരു മന്ത്രം ആവർത്തിക്കുന്നത്? ഒരു മന്ത്രം ആവർത്തിക്കുന്നത് അതിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ കൂട്ടാനാണ്, ഏകാഗ്രത കൂട്ടാനാണ്, അതിലേക്കുള്ള ലയം കൂട്ടാനാണ്. ഈ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കും തോറും നമ്മുടെ അസ്വസ്ഥതയിലേക്കുള്ള ശ്രദ്ധയുടെ ശക്തി കുറയും. അപ്പോൾ ഒരു ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പല നാമങ്ങൾ ജപിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു നാമം ആവർത്തിക്കുന്നത്. അപ്പം അവിടെ നാമത്തിന് വേണ്ടിയല്ല നമ്മൾ നാമം ജപിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശ്രദ്ധയെ നമ്മളെ അലട്ടുന്ന പ്രശ്നത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ്, ഉപാധി മാത്രമാണ് ഇത് ഒരു മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രത്തിന് വേണ്ടിയല്ല മന്ത്രം ജപിക്കേണ്ടത്, ഏകാഗ്രതയ്ക്ക് വേണ്ടി ജപിക്കണം, ശ്രദ്ധ ഉറപ്പിക്കാൻ വേണ്ടി ജപിക്കണം. അപ്പം അവിടെ പ്രാധാന്യം ശ്രദ്ധയ്ക്കാണ്, പ്രാധാന്യം ഏകാഗ്രതയ്ക്കാണ്. പ്രാധാന്യം ഏതിനാവരുത്? മന്ത്രത്തിനാണ്. ഞാനത് പറയാൻ കാരണം എന്താണ്? മന്ത്രത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ശ്രദ്ധ പറഞ്ഞ് മനസ്സിലാവില്ല. നിങ്ങൾ നാമം വെറുതെ ആവർത്തിച്ച് ചൊല്ലി നോക്കൂ. ആ നാമത്തിന് പ്രാധാന്യം കൊടുത്ത് എന്താ ഉണ്ടാവുക അറിയോ? ശ്രദ്ധ പോകും, അത് വേറൊന്നിലേക്ക് പോകും. അപ്പം ശ്രദ്ധ നമ്മുടെ അസ്വസ്ഥതയിൽ നിന്നുകൊണ്ട് നാമം ജപിച്ചിട്ടും കാര്യമില്ല. അപ്പം അവിടെ നാമത്തിനാണോ പ്രാധാന്യം, ശ്രദ്ധയ്ക്കാണോ പ്രാധാന്യം? ശ്രദ്ധയ്ക്കാണ് പ്രാധാന്യം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഗീതയിൽ 4-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകം. അപ്പം ഇവിടെ കൃഷ്ണൻ ഇത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി, അതല്ലേ 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം. ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. ആരാണോ എന്നെ പ്രീതിപൂർവകം ഭജിക്കുന്നത് അവർക്ക് ഞാൻ
ബുദ്ധിയോഗം ദദാമി. ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കാര്യത്തെ തീരുമാനിക്കുന്നത്, ഒരു മാർഗം കണ്ടെത്തിത്തരുന്നത്, ഒരു പരിഹാരം കണ്ടെത്തിത്തരുന്നത് ബുദ്ധിയാണ്. അപ്പം നമ്മളെ അലട്ടുന്ന പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ബുദ്ധി കിട്ടണമെങ്കിൽ മനസ്സ് അസ്വസ്ഥതയിൽ നിന്നും പുറത്തു കിടക്കണം. അസ്വസ്ഥ മനസ്സിന് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ സാധ്യമല്ല. തെളിഞ്ഞ വെള്ളത്തിലെ കളഞ്ഞ സാധനം കിട്ടുള്ളൂ. തെളിഞ്ഞ വെള്ളത്തിൽ കളഞ്ഞ സാധനം കിട്ടും. കലങ്ങിയ വെള്ളത്തിൽ നാം വെള്ളം ഇളക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ, അതിൻ്റെ കലക്ക് കൂട്ടുക എന്നല്ലാതെ കളഞ്ഞതൊരിക്കലും കിട്ടുകയില്ല. അപ്പം കലങ്ങി മറഞ്ഞ മനസ്സിന് ഒരു വ്യക്തമായൊരു പരിഹാരം കണ്ടെത്താൻ സാധ്യമല്ല. അപ്പം ആ മനസ്സിനെ ഒന്ന് എന്ത് ചെയ്യണം? ആ കലക്കൊന്ന് കെട്ടടക്കണം, ശാന്തമാക്കണം, തെളിയണം വെള്ളം. അപ്പം അതിനെന്താ വഴി? മന്ത്രോപാസനയിലൂടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിച്ച് മനസ്സിൻ്റെ അസ്വസ്ഥത ശാന്തമാക്കുമ്പോഴാണ് ബുദ്ധിയോഗം ദദാമി. നമുക്കൊരു പ്രശ്നത്തിനുള്ള അത് പരിഹരിക്കാനുള്ളൊരു പരിഹാരം നമ്മുടെ മുന്നിൽ തോന്നുന്നത്. അത് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവവുമുണ്ട്. ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമുണ്ട്. കാരണം പല പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്നത്, നിങ്ങൾ രാത്രി അതിനെക്കുറിച്ച് ചിന്തിച്ച് കുറേ ഉറക്കമില്ലാതെ കടന്നു, പിന്നെ ഉറങ്ങി, രാവിലെ എണീറ്റ് വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ തന്നെ പലപ്പോഴും തോന്നാറുണ്ട്, ഇങ്ങനെയൊന്ന് നോക്കിയാൽ എന്താ, ഇങ്ങനെ ഒരാളെ ഒന്ന് അപ്രോച്ച് ചെയ്താൽ എന്താ, ഈ രീതിയിലൊന്ന് സമീപിച്ചാൽ എന്താ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് സ്വയം ഒന്ന് പുറകോട്ട് നോക്കൂ. നിങ്ങൾ മറന്നുപോയ, തലേ ദിവസം മറന്നുപോയ സാധനം, തപ്പിയിട്ടും കാണാതെ പോയ സാധനം രാവിലെ ഉണർന്നു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓർപ്പിക്കും, അവിടെ ഒന്ന് നോക്കൂ എന്നുള്ളത്. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പറയൂ. അപ്പം നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? രാവിലെ തന്നെ നമ്മൾ ഉണരുമ്പോൾ നമുക്ക് ഇന്നലെ ഞാൻ അവിടെയാണല്ലോ അത് വെച്ചത്, അവിടെ തപ്പി നോക്കുമ്പോൾ കൃത്യം അത് അവിടെ ഉണ്ടാവും. അപ്പം തലേ ദിവസം നമ്മൾ തപ്പി ഇനി തപ്പാൻ എവിടെയും ബാക്കി ഉണ്ടാവില്ല. മറിച്ച് അങ്ങോട്ടിട്ട് മറിച്ച് ഇങ്ങോട്ടിട്ട് ഒരു രക്ഷയില്ല. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് എന്ത് തന്നെ തപ്പിയിട്ടും കാര്യമില്ല. അത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ കടന്നു പോയാലും നമ്മൾ കാണുന്നില്ല. എന്നാൽ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ അത് നമുക്ക് കൃത്യമായി കാണാനും പറ്റുന്നു. ഇത് നമ്മുടെ അനുഭവമല്ലേ? ഇത് എല്ലാവരുടെയും അനുഭവമല്ലേ? അപ്പം ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ ആദ്യം വേണ്ടത് മനസ്സിനെ ശാന്തമാക്കലാണ്. അപ്പം അതിന് ഉപാസനയിലൂടെ സാധിക്കുമെങ്കിൽ എല്ലാവരും ഇരുന്ന് എന്ത് ചെയ്യണം? ഓങ്കാര അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും മന്ത്രോപാസന പരിശീലിക്കണം. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു കൾച്ചറിൽ വളരുന്ന കുട്ടികൾ വളരെ കുറവായതുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ആത്മഹത്യകളും ഏറ്റവും കൂടുതൽ ജീവിത നിരാശ കൊണ്ടുള്ള ജീവിത തകർച്ച അനുഭവിക്കുന്നവരും ഹിന്ദു സമൂഹത്തിലാണ്. നിങ്ങൾ പത്തെടുത്ത് നോക്കിക്കോളൂ, ദിവസവും ഒരു ആത്മഹത്യ, കൊലപാതകമൊക്കെ ഹിന്ദു സമൂഹത്തിലാകാണ് കൂടുതൽ. അപ്പം ഈ ജീവിത നിരാശ വരുന്നവർ, ഇനിയൊക്കെ ഉള്ള കല്യാണം എന്ന് പറഞ്ഞാൽ ദുരന്തമാണ്. ഇനി കുറേ കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കുക നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായ നിരാശ തൻ്റെ പരാജയം മറ്റുള്ളവരുടെ കൂടി മരണമാക്കി മാറ്റുന്ന കാലമാണിത്. താൻ പരാജയപ്പെട്ടതിന് മറ്റൊരാളെ കൊല്ലുക, ഞാൻ എന്തായാലും മരിക്കുകയാണ്, എന്നാൽ നീയും ചാവ്. ഈ ക്രൂരതയുടെ ഒരു തീവ്രത ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ പ്രത്യേകിച്ച് കൂടിക്കൂടി വരികയാണ്. ഞാൻ പറയും, അച്ഛനമ്മമാരുണ്ടല്ലോ, ഇനി വളരെ കെയർഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് 100 പവനും കൊടുക്കും, ഒരു ദിവസം അത് കുത്തിച്ചാവും, അതിനെ കുത്തിക്കൊല്ലും, എന്നിട്ട് അവനും ആത്മഹത്യയും, അല്ലെങ്കിൽ അവൻ ജയിലിൽ പോകും. ഈ തരത്തിലുള്ള ബന്ധങ്ങളിലേക്കാണ് ഇനിയുള്ളവർ
പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊരു പരിഹാരം വേണ്ടേ? അതിനൊരു വഴിയേ ഉള്ളൂ.